നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേയേറെ മാസങ്ങൾ ദുരിതത്തിൻ്റെതായിരുന്നു, സങ്കടങ്ങളുടേതായിരുന്നു, വേദനകളുടേതായിരുന്നു. എന്നാൽ അതൊക്കെ മാറി നമ്മളൊരു സന്തോഷത്തിൻ്റെ നിർവൃതിയിലേക്ക്, കുറേയേറെ പേരുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു സമയത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് വയനാട്ടിൽ ടൗൺഷിപ്പിന് തറക്കല്ലിട്ടതോടുകൂടി കുറേയേറെ ആളുകളുടെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്. അതുപോലെ തന്നെയാണ് ആ ദുരിത മേഖലയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠന സൗകര്യങ്ങളാകെ പോയി. നമ്മളൊക്കെ പലതവണ ദൃശ്യങ്ങളിൽ കാണിച്ചതാണ്. വെള്ളാർമല സ്കൂൾ തകർന്നതോടുകൂടി അവിടുത്തെ 33 വിദ്യാർത്ഥികൾ മരിച്ചതോടുകൂടി അനാഥമാക്കപ്പെട്ടു എന്ന് നമ്മൾ കരുതിയിരുന്ന ആ വിദ്യാലയവും അതിൻ്റെ പരിസരവും അവിടുത്തെ വിദ്യാർത്ഥികളും അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ വേണ്ടി കൈത്താങ്ങായി, കരുതലായി ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നിർമ്മിച്ചു നൽകുന്ന സ്കൂളിൻ്റെയും സ്കൂൾ ക്ലാസ് മുറികളുടെയും അതുപോലെ ശുചിമുറികളുടെയും എല്ലാം ആദ്യ ഭാഗത്തിൻ്റെ ഉദ്ഘാടനം നടന്ന വേളയിലാണ് ഇന്ന് നമ്മളോടൊപ്പം അതിനൊക്കെ നേതൃത്വം വഹിച്ച ഒരാൾ അതിഥിയായിട്ടുള്ളത്. സംസ്ഥാന ചെയർമാനാണ്. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന ചെയർമാൻ ശ്രീ PN സുരേഷാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി. നമസ്കാരം സാർ, ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സ്വാഗതം. അപ്പോൾ സാർ, ആദ്യമായി തന്നെ ഒരു അഭിനന്ദനം പ്രത്യേകിച്ച് വയനാട്ടുകാർക്ക് വേണ്ടി പറയുകയാണ്. കാരണം മുണ്ടക്കൈ ചൂരൽമല ദുരിതത്തിന് ശേഷം പലരും ഇങ്ങനെ കൈത്താങ്ങാക്കായി വന്ന് ആദ്യത്തെ പ്രവൃത്തി സമ്പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ച് അതിലേക്ക് എത്തുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക്, അതിൻ്റെ നേതാവ്, നേതൃനിരയിലുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അങ്ങേക്കും അങ്ങയുടെ സംഘടനയ്ക്കും വയനാടിൻ്റെ പേരിലുള്ള ഒരു അഭിനന്ദനം ആദ്യമേ തന്നെ അറിയിക്കുകയാണ് ഞങ്ങൾ. അപ്പം ഇങ്ങനൊരു ഇതിലേക്ക് വരാനുള്ളൊരു കാരണം ഈ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സെറ്റപ്പ് ആയിരിക്കുമല്ലോ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാൻ ഒരു പശ്ചാത്തലം ഉണ്ടായത്? എങ്ങനെയാണ്? ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ 1941 ബോംബെയിൽ ഫോം ചെയ്തിട്ടുള്ളതാണ്. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സംഘടന എന്ന് തന്നെ പറയാം. അതെ. കൺസ്ട്രക്ഷൻ മേഖലയിലെ കോൺട്രാക്ടേഴ്സ്, ബിൽഡേഴ്സ്, എൻജിനീയേഴ്സ്, പിന്നെ അനുബന്ധ ബിസിനസ്സുകളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ എല്ലാ സെക്ടറിലുള്ളൊരു അപ്പെക്സ് ബോഡി പോലെയാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ സെൻറ്റേഴ്സ് ഉണ്ട്. കേരളത്തിൽ ഒരു 22 സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ അൺഫോർച്യുനേറ്റ്ലി വയനാട് ഇതുവരെ ഫോം ചെയ്തിട്ടില്ല. മിക്കവാറും അടുത്ത് തന്നെ വയനാട് ഒരു സെൻറ്റർ തുടങ്ങാൻ പറ്റുന്ന വിശ്വാസമുണ്ട്. ചേംബർ ഓഫ് കൊമേഴ്സ് പോലത്തെ ഒരു ഇടപെടൽ നിങ്ങൾ സംഘടന നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അത് കുറേ പതിറ്റാണ്ടുകളായിട്ട്. ഇപ്പോഴും സംഘടനയുടെ പ്രവർത്തനം രാജ്യവ്യാപകമായി അങ്ങ് പറഞ്ഞതുപോലെ കന്യാകുമാരി വരെ, കാശ്മീർ മുതൽ വ്യാപിച്ചു കിടക്കുകയാണ്. ഇതിൻ്റെ ഒരു അംഗബലം എങ്ങനെയാണ്? സാധാരണ വൻകിട കോർപ്പറേറ്റ് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവരും ഇതിൽ ഭാഗമാണോ, അതോ ചെറുകിടക്കാർ മാത്രമാണോ? തീർച്ചയായിട്ടും കോർപ്പറേറ്റ്സും ഉണ്ട്, ചെറുകിടക്കാരും ഉണ്ട്, എല്ലാ സെക്ടറിലെ ആൾക്കാരും ഉണ്ട് അതിൽ. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ മേഖല പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിക്കിടയിലാണ് നിങ്ങൾ തന്നെ വാർത്താസമ്മേളനത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ കടബാധ്യതയുള്ള കരാറുകാർ പോലും ചെറിയ തുകയൊക്കെ എടുത്ത് സമാഹരിച്ച് നമ്മുടെ വയനാടിന് വേണ്ടി, ഈ വയനാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലേക്കാണുള്ള നിങ്ങളുടെ ഒരു മുതൽ മുടക്ക് വന്നിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് അവർക്ക് വലിയൊരു കൈത്താങ്ങാണ്. അതെന്താണ് അങ്ങനെ ഒരു ആ മേഖല സെലക്ട് ചെയ്യാൻ എന്താ കാരണം? തീർച്ചയായിട്ടും ആ മേഖല സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളും ഇതുപോലെ ഈ ഡിസാസ്റ്റർ വന്നപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളും സ്വാഭാവികമായിട്ടും വീടുകൾ പണിത് കൊടുക്കുക എന്നുള്ളത് ആ ഒരു ഇതിലായിരുന്നു. പിന്നെ കുറേ സംഘടനകൾ വന്നു. ആക്ച്വലി ഞങ്ങൾ ആ സൈറ്റ് വിസിറ്റ് ചെയ്തപ്പോഴാണ് ഈ സ്കൂളിൻ്റെ ഈ അവസ്ഥ കണ്ടത്. പിന്നെ അന്വേഷിച്ചപ്പോൾ ഒരിക്കലും ആ സ്കൂൾ അവിടെ ഇനി റീകൺസ്ട്രക്ട് ചെയ്യില്ല, അവിടെ സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പായിട്ട് കോൺടാക്ട് ചെയ്തു. അതിൽ നിന്നാണ് അവരെ ഈ വിദ്യാർത്ഥികളെ മുഴുവൻ റീലൊക്കേറ്റ് ചെയ്യുന്നത് മേപ്പാടി GHSSലാണ്. അപ്പോൾ അവിടെ പരിമിതമായ പല ലാബുകളും അതിലൊക്കെയാണ് ഇവരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് ക്ലാസ് റൂംസിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഏറ്റെടുക്കാമെന്ന് ചോദിച്ചു. ധൈര്യസമയത്ത് നമ്മൾ ഏറ്റെടുക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ ആലോചിച്ചപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് പിന്നെ അതിനനുബന്ധമായിട്ട് ഒരു ഡോർമെറ്ററി സൗകര്യങ്ങളും അതും എഗ്രി ചെയ്തപ്പോൾ നമ്മളിപ്പോൾ ഒരു ടോട്ടലി ഒരു 4 crores ബഡ്ജറ്റാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 4 crores ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 10-40 വീടോ അല്ലെങ്കിൽ 30 വീടോ പണിയാം. പക്ഷേ ഞങ്ങളിത് ചെയ്യുമ്പോൾ 550 വിദ്യാർത്ഥികളാണ് അവിടെ പഠിക്കുന്നത്. 550 അല്ല, ഭാവിയിലേക്ക് എത്രയോ 100 കണക്കിന് വിദ്യാർത്ഥികൾ ആശ്രയമാണ്. ഈ 550 ഫാമിലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതെ, 550 മറ്റേതൊരു 30 വീടാണ്, 30 ഫാമിലി. പക്ഷേ 550 ഫാമിലിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് നമ്മൾ ഏറ്റെടുത്തത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖല ആയതുകൊണ്ട് പലരും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നന്മയുള്ള മനുഷ്യർ ഒരുപാടുണ്ട് ഇവിടെ. അത് കുറേ ആൾക്കാർ നന്മ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. പക്ഷേ റിലയബിലിറ്റിയാണ് പ്രശ്നം ഓരോരുത്തരും.
കാരണം മീഡിയയിൽ വരുന്ന റിപ്പോർട്ട്സ്, മീഡിയയിൽ ഓഫ് കോഴ്സ് അധികം നെഗറ്റീവ് റിപ്പോർട്ട്സാണ് വരുന്നത്, നല്ല കാര്യങ്ങൾ കുറവാണ്. ഒരു പക്ഷേ കേൾക്കാൻ ആൾക്കാർ നല്ല കാര്യത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങേ ഈ പ്ലാറ്റ്ഫോമിലേക്ക് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പലരും മടിച്ചു നിന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ ബിൽഡേഴ്സ് അസോസിയേഷൻ എന്നുള്ള ഒരു ഓൾ ഇന്ത്യ ലേബിളുള്ളതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് നാഷണൽ വൈഡ് കുറേ സപ്പോർട്ട് കിട്ടിയത്. ഈവൻ മിഡിൽ ഈസ്റ്റ് എന്ന് വരെ, കൽക്കട്ടയിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് എന്ന് വരെ ഞങ്ങൾക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മളിപ്പോൾ നിങ്ങളൊക്കെ ഒരു നിർമ്മാണ മേഖലയിലുള്ളവരാണല്ലോ, സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായിരിക്കും. അതിപ്പോൾ ഞാനൊരു കരാർ ജോലി നിങ്ങളുടെ സംഘടനയിൽ നിങ്ങളൊരു കരാറുകാരനെ ഏൽപ്പിച്ചാൽ പോലും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് നിങ്ങൾ വളരെ സമയബന്ധിതമായി പൂർത്തീകരിച്ചു. എന്തായിരുന്നു അതിനുള്ള മേൽനോട്ടം? എങ്ങനെയായിരുന്നു മേൽനോട്ടം? ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം മേൽനോട്ടം നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും പാടില്ല. പലരും ഇങ്ങനത്തെ റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് വരുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തൊരു പ്രോജക്റ്റ് ആയിരിക്കും നമ്മൾ പണിത് കൊടുക്കുക നോർമലി. കാരണം ഇറ്റ്സ് എ ഡൊണേഷൻ. നമ്മളിവിടെ സ്വീകരിച്ച നിലപാട് വ്യത്യാസമാണ്. നമ്മൾ ഗവൺമെൻറ് പറയുന്ന സ്പെസിഫിക്കേഷനിൽ അവർ പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പണിയാൻ എഗ്രിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം സ്കൂളാണ്, അതിൻ്റെ ഫിറ്റ്നസിൻ്റെ ആവശ്യമുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഈ സ്കൂളിൻ്റെ ഉടമസ്ഥത ജില്ലാ പഞ്ചായത്തിനാണ്. ജില്ലാ പഞ്ചായത്തും കൂടാതെ ഇതിൻ്റെ ഫിറ്റ്നസ് തരേണ്ടത് LSTD ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കൂടിയിട്ടാണ് ഞങ്ങൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ LSTD എഞ്ചിനീയേഴ്സിൻ്റെ മേൽനോട്ടത്തിനാണ് വർക്ക് നടന്നുള്ളത്. ഞങ്ങളുടെ ഡ്യൂട്ടി ഇത് കോർഡിനേറ്റ് ചെയ്യുക, ഫണ്ട് മൊബിലൈസ് ചെയ്യുക, അവരുടെ സൂപ്പർവിഷനിലാണ് വർക്ക് നടക്കുന്നത്. നിങ്ങളിപ്പം വാഗ്ദാനം ചെയ്തത് ഈ ഒരു സ്കൂൾ കെട്ടിടം മാത്രമല്ല, ശുചിമുറികളും മാത്രമല്ല, ഒരു ഹോസ്റ്റലും കൂടി വരുന്നുണ്ടല്ലോ. തീർച്ചയായും. അത് എത്ര കുട്ടികൾക്ക് ഉപകാരപ്രദമാണ്? ഞങ്ങൾ ഒരു 150 വിദ്യാർത്ഥികൾക്കാണ് ഞങ്ങൾ പ്രപ്പോസൽ കൊടുത്തിട്ടുള്ളത്. ഡോർമെറ്ററി പോലെ ഹോൾസായിട്ട്. അത് സ്ഥലം എടുത്തു തരുന്ന മുറയ്ക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. എവിടെയാണ് ലൊക്കേഷൻ നമുക്ക് ഫൈനലൈസ് ചെയ്തിട്ടില്ല. അത് തീർച്ചയായിട്ടും നമ്മൾ അത് പ്രപ്പോസൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ മറ്റ് സംസ്ഥാനത്തിലൊക്കെ ഇതേപോലത്തെ കേരളത്തെ പോലെ തന്നെ പ്രബലമാണോ? അതോ ഏറ്റവും ശക്തമായത് ഏത് സംസ്ഥാനത്തൊക്കെയാണ്? ശക്തമായ എല്ലാ കുറേ സംസ്ഥാനങ്ങളിൽ പ്രബലമാണ്. പക്ഷേ അതിലേറ്റവും മുൻനിരയിൽ കേരളം തന്നെ നിൽക്കുന്നുണ്ട് കുറച്ച് കാലങ്ങളായിട്ട്. അങ്ങിപ്പോൾ സംസ്ഥാന ചെയർമാനായിട്ട് എത്ര കാലമായി? 1 വർഷം തികയുന്നു. ആ 1 വർഷത്തിനിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കിയ അനുസരിച്ച് കുറേയേറെ പ്രവർത്തനങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ഈ ഒരു മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള സ്കൂൾ നിർമ്മാണം ഉൾപ്പെടെ. അങ്ങേക്കൊരു അംബീഷൻ കൂടി ഉണ്ടാകുമല്ലോ, ഈ സംഘടന ഇത്രയും പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു സംഘടനയെ ഇനി അങ്ങോട്ട് വേറെ തരത്തിൽ ഒരു ആളുകൾ അറിയപ്പെടുന്ന ഒരു സാമൂഹിക സംഘടനയായി വളർത്താനൊരു ആഗ്രഹം ഉണ്ടാവുമെന്നും മനസ്സിലാക്കുകയാണ്. അല്ല, ഞങ്ങൾ ബിൽഡേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഈ കൺസ്ട്രക്ഷൻ ഫെർട്ടേണിറ്റിക്ക് വേണ്ടിയിട്ട് ആ മേഖലയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമ്മൾ റെഗുലറായിട്ട് സോഷ്യൽ സർവീസ് ചെയ്യുന്ന സംഘടനയില്ല. അത്യാവശ്യങ്ങളാണ് തോന്നുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ കേരളത്തിൽ ചെയ്തിട്ടുള്ളത് കോവിഡ് കാലത്തിൽ, അതിനു മുമ്പ് പ്രളയകാലത്ത് വീട് നഷ്ടപ്പെട്ടവർ നമ്മളൊരു 10, 20, 25 വീട് പണിത് കൊടുത്തിട്ടുണ്ട് ഓൾ കേരള 2018. പിന്നെ കോവിഡ് കാലത്ത് കേരളം മുഴുവൻ സ്തംഭിച്ചിരിക്കുമ്പോൾ നമ്മൾ മുന്നിട്ട് ഇറങ്ങിയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ടോട്ടലി കെയർ എടുത്തിരുന്നു. നോർമലി ആദ്യകാലങ്ങളിൽ ഒരു തൊഴിലാളി വന്നു കഴിഞ്ഞാൽ അവന് 7 ദിവസത്തെ ക്വാറന്റൈൻ 25,000, 30,000 രൂപയ്ക്ക് അവിടെ മേടിച്ചിരുന്നത്. കുറേ പേര് അതിൽ കാശുണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളത് അന്ന് ലേബർ ഡിപ്പാർട്ട്മെൻറ്റായി ഇൻവോൾവ് ചെയ്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം തന്നെ നമ്മൾ കുറേ ക്വാറന്റൈൻ സൗകര്യങ്ങൾ അതിഥി തൊഴിലാളികൾക്ക് ഒരുക്കി. ഈ അതിഥി തൊഴിലാളികൾ കൂടുതലായിട്ടും നിർമ്മാണ മേഖലയിലാണല്ലോ ഉള്ളത്. പ്രത്യേകിച്ച് ഈ ബിൽഡേഴ്സിൻ്റെ നിങ്ങളെപ്പോലുള്ള കമ്പനികൾക്ക് കീഴിൽ അവർ ധാരാളമായിട്ടുണ്ടാവും. അവരുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ അവസ്ഥ പണ്ടേ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ചാനലുകളിലൊക്കെ വാർത്ത വരുന്നവരെ അവർ തന്നെ ഇവിടെ ഇൻവെസ്റ്റർമാരൊക്കെ ആയിട്ട് മാറുന്നൊരു പ്രവണത ഉണ്ട്. അത്രയും നല്ലൊരു സാമൂഹ്യ സാമ്പത്തിക സുരക്ഷയാണോ നിങ്ങൾ അവർക്ക് ഉറപ്പുവരുത്തുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇവിടെ ലേബർ ഷോർട്ടേജ് ഉണ്ട്. അത് പ്രകാരം ഇപ്പോൾ അധികം ബംഗാളിൽ നിന്നാണ് വരുന്നത്, വെസ്റ്റ് ബംഗാളിൽ നിന്ന് നല്ല സാലറി ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു മലയാളി ലേബറിന് കിട്ടുന്ന സാലറി ഓൾമോസ്റ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരധികം സ്പെൻഡ് ചെയ്യുന്നില്ല, അവർ സേവ് ചെയ്യുന്നു. ഇപ്പോൾ മലയാളികൾ ഗൾഫിൽ പോയിട്ട് പൈസ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതും നമുക്ക് തടയാൻ പറ്റില്ല. അതൊക്കെ ഇതിൻ്റെ പാർട്ടാണ്. ഇപ്പം കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രത്യേകിച്ച് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് അതിനൂതന സാങ്കേതിക വിദ്യകളും മനുഷ്യൻ്റെ അധ്വാനം കുറയ്ക്കുന്ന തരത്തിലുള്ള ടെക്നോളജിയൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ പൂർണ്ണമായിട്ട് എല്ലാവരും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ? പൂർണ്ണമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ. കാരണം അതിനുള്ള സൈസുള്ള പ്രോജക്ട്സ് ഇവിടെ കുറവാണ്.
ഈവൻ ചിലപ്പോൾ വലിയ ക്രൈൻ വെച്ചിട്ട് പോലും പ്രീകാസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വെച്ചാൽ നമ്മുടെ റോഡ്സ് അതിന് സൗകര്യമില്ല. കാരണം നമ്മൾ അങ്ങനത്തെയാണ് സിറ്റികളും ഏരിയകളും. അതിന് കുറേ കൺസ്ട്രെയിൻ്റ് ഉണ്ട്. എന്തായാലും മാറ്റം അനിവാര്യമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ വന്നേ പറ്റൂ. പലരും ആ ട്രാക്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രീകാസ്റ്റിംഗ് ഒക്കെ ഇപ്പോൾ ഹൈവേ തന്നെ സെൻട്രൽ ഗവൺമെൻറ് മോർ ദ ഇഷ്യൂ ഓർഡർ ഇറക്കിയിട്ടുണ്ട്, റോഡ് വർക്കിന് പ്രീകാസ്റ്റ് കോമ്പണൻസ് കൂട്ടണമെന്ന്. അപ്പോൾ അങ്ങനെ കുറേ ക്വാളിറ്റി കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ നിങ്ങൾ വയനാടുമായിട്ട് ഇപ്പോൾ ഇത്രയായിട്ട് ഒരു ബന്ധം പുലർത്തി വരുന്നത്. അതേസമയം നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും മറ്റൊരു പ്രകൃതി ദുരന്തമാണ് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ ഉരുൾപൊട്ടലാണെങ്കിൽ അവിടെ ഭൂകമ്പമുണ്ടായി നൂറുകണക്കിന് ആൾക്കാർ മരണപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു മെത്തേഡ് ഏതെങ്കിലും തരത്തിൽ പ്ലാനിങ്ങിലുണ്ടോ? അതിനെന്തെങ്കിലും ആസൂത്രണം നടക്കുന്നുണ്ടോ? അല്ല, ആസൂത്രണങ്ങൾ പ്ലാനിങ്ങിലും ഇല്ലാതിട്ടല്ല. ഫോർ എക്സാമ്പിൾ, ഈ ഹിൽ സ്റ്റേഷൻ കൺസ്ട്രക്ഷന് ഇന്ത്യയിൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിൻ്റെ IS കോഡ് പോലും ഉണ്ട്. എനിക്കറിയില്ല നമ്മുടെ അധികാരികൾ എത്ര കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടാവും. ഒരു ഹില്ലി ഏരിയയിൽ വീട് പണിയാണെങ്കിൽ അതൊരു സാധാരണക്കാരന് അഡോപ്റ്റ് ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ വലിയ ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ എനിക്ക് ആരും അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. കാരണം ഒരു ചെറിയ കാര്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും ആലോചിക്കുന്നത് അടുത്ത വീട്ടുകാരും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ എന്തിനു ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ബേസിക്കലി. അങ്ങയുടെ സംഘടനയ്ക്ക് എന്താണ് ഇതിന് നിർദ്ദേശം പറയാനുള്ളത്? നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഏരിയയിൽ ഗവൺമെൻറ്റായിട്ട് നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ്. അതിൻ്റെ ഗൈഡ് ലൈൻസ് കൊടുക്കാം. ഓൾറെഡി കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. പിന്നെ ഇത്രയും ഡാറ്റ കിട്ടുന്നുണ്ടല്ലോ നമുക്ക്. ഇപ്പോൾ ഡാറ്റ കിട്ടാൻ പാടൊന്നുമില്ല. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലൊക്കെ കുറേ ലാൻഡ് സ്ലൈഡ്സും കാര്യമൊക്കെ ഉണ്ട്. അവിടെയും ഡാറ്റ ഉണ്ട്. എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? നമ്മളിനി ഒരു ദുരന്തത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട കാര്യമില്ല. കുറേ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സർക്കാർ ഭരണ സംവിധാനം ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരു അധികാരത്തിൻ്റെ പാർട്ടായിട്ട് ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് രണ്ടാണ്. രണ്ട് നയങ്ങൾ വേണം. ഇത് അധികാരത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇത് അവരുടെ ആവശ്യത്തിനാണെന്നൊരു സപ്പോർട്ടിൻ്റെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു സുപ്രഭാതത്തിൽ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോർപ്പറേറ്റുകളും ഉണ്ട്, ചെറുകിടക്കാരും ഉണ്ട് സംഘടനയിലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറുകിടക്കാർ സാമ്പത്തികമായി ഞെരുങ്ങുന്ന ചില പ്രതിസന്ധിയൊക്കെ നേരിടുന്ന ആ തരം ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി സംഘടനയ്ക്ക് എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? സംഘടനയ്ക്ക് അങ്ങനെ കോമൺ ആയിട്ട് അങ്ങനത്തെ സംവിധാനങ്ങളില്ല. ഒരു ഏറ്റവും താഴെക്കിടയിലെ ആളെ സഹായിക്കുക എന്നുള്ളത് അങ്ങനത്തെ സംഘടനാ സംവിധാനത്തിലില്ല. പക്ഷേ നമ്മൾ പലർക്കും ഇപ്പോൾ ഈവൻ പല കേസുകളും ഇതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ വരെ ബിൽഡേഴ്സ് അസോസിയേഷൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിയമപരമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് കോമൺ ആയിരിക്കും, ഒരാൾക്ക് മാത്രമായിരിക്കില്ല, കോമൺ ആയിരിക്കും. പല ഇതും കൊടുക്കുന്നുണ്ട്. അത് അധികം ഈ MSME സെക്ടറിലെ കോൺട്രാക്ടേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സുപ്രീം കോടതിയിൽ വരെ കേസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ വ്യാപാരികളുമായിട്ട് നമ്മൾ ഇപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ അങ്ങയുടെ സ്ഥാനത്ത് ഒരു വ്യാപാരി നേതാവാണ് ഇരിക്കുന്നതെങ്കിൽ അവർ ഈ GST ഉൾപ്പെടെയുള്ള കുറേ പ്രശ്നങ്ങൾ പറയും. ഏത് അഭിമുഖത്തിൽ വന്നാലും ഏത് പത്രസമ്മേളനത്തിൽ വന്നാലും അവർക്ക് പറയാനുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രധാന പ്രശ്നം എന്തെങ്കിലും നേരിടുന്നുണ്ടോ? പ്രധാന പ്രശ്നം GST വന്നത് നല്ലൊരു കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്, ഇപ്പോൾ ഒരു വീട് പണിയാണെങ്കിലും 18% GST കൊടുക്കണം. പണ്ട് അതൊരു 12%. 12% എന്ന് പറയുമ്പോൾ ഒരു GST രജിസ്റ്റേർഡ് കോൺട്രാക്ടർക്കാണെങ്കിൽ കൊടുക്കുന്നെങ്കിൽ അയാൾക്കൊരു 8% ഇൻപുട്ട് കിട്ടും. അപ്പോൾ ഒരു 4% ബേർഡും വന്നിരുന്നുള്ളൂ. പക്ഷെ അത് പ്രോപ്പറായിട്ട് ക്ലയൻസിൻ്റെ അടുത്ത് എത്തിയില്ല. ചിലർ 12% വാങ്ങിച്ചിരുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഈയിടെ സർക്കാർ അത് ഇൻക്രീസ് ചെയ്ത് 18%. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് വീട് അക്കൗണ്ടഡായിട്ട് വീട് പണിയുന്നവർ പണിയാതെയായി. പക്ഷേ അൺഅക്കൗണ്ടഡായിട്ട് കണ്ടമാനം വർക്ക് കൂടി. അത് സർക്കാർ അത് റിവ്യൂ ചെയ്യണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് വീണ്ടും പുനഃപരിശോധിച്ച് പ്രൈവറ്റ് ഹൗസസിന് 12% കുറയ്ക്കണം എന്നുള്ള. കാരണം മെയിൻ ഒരു പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ പല ക്ലയൻസും ഈ 18% സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്രിമെൻറ്റോ കാര്യങ്ങളിലുള്ള ക്യാഷ് ട്രാൻസാക്ഷനിലാണ് കൺസ്ട്രക്ഷൻ ഏൽപ്പിക്കുന്നത്. അവസാനം കോൺട്രാക്ടർ എല്ലാ സെക്ടറിലും ഉണ്ടായിരിക്കും മോശം ആൾക്കാരും നല്ല ആൾക്കാരും. ചിലർ വല്ല ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കോടതി പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്.
ഇപ്പോൾ കേരളം സാധാരണ പണ്ടൊരു കാർഷിക സംസ്ഥാനമായിരുന്നു, കാർഷിക മേഖല. പിന്നീട് അത് ടൂറിസത്തിലേക്ക് വന്നു, റിയൽ എസ്റ്റേറ്റ് വന്നു, ബിൽഡേഴ്സ് വന്നു. ഇപ്പോൾ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നൊരു മേഖലയാണല്ലോ ഈ ഫ്ലാറ്റുകളുടെ നിർമ്മാണങ്ങളായാലും മറ്റ് വൻകിട കെട്ടിടങ്ങളുടെ ഒക്കെ മാളുകളുടെ ഒക്കെ നിർമ്മാണം. കൂടുതലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് ഇനി വരാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്നുണ്ടോ? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻസ്. കാരണം ഇപ്പോൾ ഈ യൂത്ത് മൈഗ്രേഷൻ ഒരു ഫാക്ടറാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ഇനി എങ്ങനെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലും ഇൻഡസ്ട്രി വരികയാണെങ്കിൽ, ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ IT സെക്ടർ കാര്യമായിട്ടുള്ളൂ. കാരണം ഒരു പ്രൊഡക്ഷൻ, ഒരു മാൻ പവർ ഓറിയൻറ്റഡ് പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. കാരണം ആരും അഡ്രസ്സ് ചെയ്യാത്തൊരു കാര്യമാണ് ഇന്ത്യയിലെ ലേബേഴ്സിൻ്റെ മിനിമം വേജസിൻ്റെ ഡബിളാണ് കേരളത്തിലെ വേജസ്. അപ്പോൾ ഒരിക്കലും പിന്നെ റോ മെറ്റീരിയൽസ് ഒന്നും ഇവിടെ കിട്ടാനില്ല. അപ്പോൾ റോ മെറ്റീരിയൽസ് ഔട്ട്സൈഡിൽ നിന്ന് വരണം, പ്രൊഡക്ഷൻ കഴിഞ്ഞ് തിരിച്ചയക്കണം. ആ ട്രാൻസ്പോർട്ടിങ് കോസ്റ്റ് ഡബിൾ ലേബർ കോസ്റ്റും വന്നിട്ട് ഒരു പ്രോഡക്റ്റും ഇവിടെ അധികം സർവൈവ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഫുള്ളി ഓട്ടോമാറ്റഡ് മെഷീൻസ് അങ്ങനത്തെ ഒരു ഫാക്ടറീസ് നടക്കും. പക്ഷെ അതുകൊണ്ടൊരു സ്റ്റേറ്റിലെ എക്കണോമി എങ്ങനെ ഡെവലപ്പ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ലേബർ ക്ലാസിൻ്റെ കയ്യിൽ, ലേബർ ക്ലാസ് ഞാൻ ഉദ്ദേശിക്കുന്നത് അന്നാന്ന് സ്പെൻഡ് ചെയ്യുന്ന അവരുടെ കയ്യിൽ പൈസ വന്നാൽ ഒരു സ്റ്റേറ്റിന് എക്കണോമി റൺ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സെക്ടറിൽ വരില്ല. ഫുള്ളി ഓട്ടോമേഷൻ ഗവൺമെൻറ് ടാക്സ് കിട്ടുന്നല്ലാതെ അങ്ങനത്തെ ഓഫ് കോഴ്സ് ടൂറിസം നല്ലൊരു ചാൻസാണ്. IT എന്തുകൊണ്ടോ കേരളത്തിൽ IT അധികം വരുന്നില്ല എക്സ്പെക്ട് ചെയ്ത പോലെ. സംഘടന നേരിട്ട് ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടോ? സംഘടന ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നില്ല, നേരിട്ട് അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തില്ല. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അസോസിയേഷൻ മെമ്പേഴ്സിന് വേണ്ടിയിട്ടൊരു പർച്ചേസ് പ്ലാറ്റ്ഫോം, ബൈ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് പ്ലാറ്റ്ഫോം ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കളക്റ്റീവ് പർച്ചേസും കാര്യങ്ങൾ, കാരണം വിലക്കയറ്റം വലിയതായിട്ട് പ്രശ്നം ബാധിക്കുന്നുണ്ട്. ഫ്യൂവൽ എക്സ്പെൻസ് ഇതെല്ലാം കൂടുതൽ. കാരണം സ്റ്റേറ്റിന് പോളിസി എടുക്കണം. കാരണം ഇപ്പോൾ കുറേ ക്വാറീസ് ഉണ്ട്, ഗവൺമെൻറ് ലാൻഡ് ഉണ്ട്, അങ്ങനെ കുറേ ഡിസ്പ്യൂട്ട് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഗവൺമെൻറ് വേറെ പോളിസി എടുക്കാം. കാരണം ഈവൻ സർക്കാരിൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണം. തുക നിശ്ചയിച്ചിട്ട് ആ തുക നിശ്ചയിച്ചിട്ട് ഒരു ഗവൺമെൻറ് സ്ഥലമാണ് അങ്ങനെ ചില കാരണം അവർ ഓപ്ഷൻ ചെയ്യട്ടെ. അല്ല അതൊരു സ്റ്റാഗ്നൻ്റ് ആക്കി നിർത്തി ഇവിടുത്തെ കൺസ്ട്രക്ഷൻ മേഖലയിൽ എനിക്ക് തോന്നുന്നു 2-3 വർഷത്തെ ഉള്ള ഓൾമോസ്റ്റ് ഡബിൾ പ്രൈസായി. എനിക്ക് തോന്നുന്നു ഒരു 30% കൺസ്ട്രക്ഷൻ ഡ്രോപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ അടുത്തിടെയായിട്ട്. പല കാര്യങ്ങൾ അങ്ങനോട് ചോദിക്കാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്നറിയാം. പക്ഷേ നമ്മളെ സമയപരിമിതി ഉള്ളതുകൊണ്ട് 2 ചോദ്യങ്ങൾ കൊണ്ട് ചോദിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പം ആ സിനിമ കഥ എഴുതിയ ആൾ, തിരക്കഥ എഴുതിയ ആൾ, സംവിധാനം ചെയ്യുന്ന ആൾ, ക്യാമറ ചലിപ്പിച്ച ആൾ, എഡിറ്റ് ചെയ്ത ആൾ ഒക്കെ പോലെ, അതുപോലെ ഒരു നിങ്ങളുടെ ബിൽഡേഴ്സ് മേഖലയിൽ ടെക്നോളജി ഉണ്ട്, സ്കില്ലുണ്ട്, മാൻ പവറുണ്ട്, മണി പവറുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടി ഒരു സംയോജനമാണല്ലോ ആത്യന്തികമായി ഒരാൾ കാണുന്നൊരു കെട്ടിടമായി വളർന്നു വരുന്നത്. അതിൻ്റെ ആ സംയോജനം ഏകോപിപ്പിക്കുന്നു. അതേപോലുള്ള ധാരാളം ആളുകളെ ഏകോപിപ്പിക്കുന്ന ഒരു കർത്തവ്യ ഉത്തരവാദിത്തമാണ് ഈ സംഘടനയ്ക്കുള്ളത്. ഇതെങ്ങനെയാണ് മുന്നോട്ട് ഇങ്ങനെ ഒരു സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നത് വെച്ചാൽ, കൺസ്ട്രക്ഷൻ മേഖല എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കോൺട്രാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും റിസ്ക് എടുക്കുന്നൊരു കാറ്റഗറിയാണ്. കാരണം പ്രത്യേകിച്ച് ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്തെങ്കിലും കിട്ടിയേക്കാവുന്നൊരു പൈസയ്ക്ക് വേണ്ടിയിട്ട് ഫുൾ ട്രസ്റ്റ് ചെയ്ത് പ്രോപ്പർട്ടി പോലും പ്ലഡ് ചെയ്തിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഇന്ത്യയിലെ ബെസ്റ്റ് ക്രൈസിസ് മാനേജേഴ്സാണ്. അവരെങ്ങനെയായാലും സർവൈവ് ചെയ്യും. അപ്പോൾ അവരെ വെച്ചിട്ട് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വെച്ചാൽ വലിയൊരു കാര്യമില്ല. എസ്പെഷ്യലി കേരളത്തിൽ ഒരു 5 വർഷം ബിസിനസ് ചെയ്തുള്ളൊരു വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടായിരിക്കും. അല്ലാതെ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റണമെന്നില്ല, പ്രത്യേകിച്ച് ഇവിടെ പറ്റില്ല. അപ്പോൾ അത് കഴിവുകളുണ്ട്. അപ്പോൾ കഴിവുകൾ കണ്ടെത്തി അങ്ങനത്തെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് സംഘടനകൾ മുന്നോട്ട് പോകുന്നത്, ഏത് സംഘടനയായാലും. ഇവിടുത്തെ കോൺട്രാക്ട് സംഘടനകൾ മെയിനായിട്ട് കേരളത്തിലെ കാര്യങ്ങളാണ് ഇതാക്കുന്നത്. ചില സംഘടനകൾ BIയിൽ ബിൽഡേഴ്സ് അസോസിയേഷൻ അഫിലിയേറ്റഡ് മെമ്പറും കൂടിയാണ്. അപ്പോൾ അവരുടെ ഗവൺമെൻറ് ആയിട്ടുള്ള കാര്യങ്ങളും കേരള സ്റ്റേറ്റിലെ കാര്യങ്ങളാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മളത് മാത്രമല്ല, നാഷണൽ ലെവലിലെ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ MSME സെക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ, ESI മാറ്റേഴ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ നാഷണൽ ലെവലിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ BIനെ സംബന്ധിച്ച് വെച്ചാൽ നിയർലി 23,000 ഡയറക്റ്റ് മെമ്പേഴ്സും
ഡയറക്റ്റ് മെമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥാപനങ്ങളാണ്. അത് ഇവിടുത്തെ സാധാരണ കോൺട്രാക്ടേഴ്സ് തൊട്ട് L&T പോലുള്ള കോർപ്പറേറ്റ്സ് അടക്കമുണ്ട്. അതെ. അപ്പോൾ അവർക്കൊക്കെ കോമൺ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം. നമ്മളിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകർ സാധാരണക്കാരാണല്ലോ. അതെ. അവരോട് സംഘടനയുടെ ചെയർമാൻ എന്ന നിലയിൽ അങ്ങേക്ക് എന്താ പറയാനുള്ളത്? സംഘടനയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ബിൽഡേഴ്സ് അസോസിയേഷൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ ആണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമെങ്കിലും ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റി സർവീസസും പ്രോജക്റ്റായിട്ട് വരുന്നത്. പിന്നെ സാധാരണക്കാരായ വീട് പണിയുന്ന ആൾക്കാരോട്, കാരണം ഒരാളുടെ ജീവിതാഭിലാഷമാണ് ഒരു വീട്, കഴിയുന്നതും പ്രോപ്പർ ഒരു എഗ്രിമെൻ്റൊക്കെ വെച്ച് അക്കൗണ്ട് ചെയ്ത് വീട് പണിയുകയാണെങ്കിൽ മനസമാധാനം ക്വാളിറ്റിയും കിട്ടും. ഇത്രയാണ് എനിക്ക് തരാനുള്ള മെസ്സേജ്. ഇപ്പോൾ ശ്രീ സുരേഷ് പൊറ്റേക്കാട് സൂചിപ്പിച്ചതുപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ ഈ ബിൽഡേഴ്സ് അഭിമുഖീകരിക്കുന്ന കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രതിസന്ധിക്കിടയിലും അവർ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള കൈത്താങ്ങും സഹായവുമായി ഒക്കെ വയനാട്ടിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടി ഇടപെടേണ്ട പ്രദേശങ്ങളിലും വിഷയങ്ങളിലും സാഹചര്യങ്ങളിലും അവർ ഇടപെടുകയും ചെയ്യുന്നു. അതേസമയം അദ്ദേഹം അവസാനമായി നൽകിയ ആ അഡ്വൈസ് പോലെ നമുക്കൊക്കെ ഒരു സ്വപ്നമാണ് നമ്മുടെ ഒരു വീടെന്ന സ്വപ്നം. ആ വീട് പണിയുമ്പോൾ എല്ലാവരും ജാഗ്രതയോട് കൂടി ഇടപെട്ട് അദ്ദേഹം പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് വീട് പണിയാനൊക്കെ ശ്രമിക്കുക. അതുപോലെ നമുക്കൊക്കെ സുരക്ഷിതവും സന്തോഷകരവുമായ ഒരു സാമൂഹ്യ ജീവിതം ഉണ്ടാകട്ടെ. മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ആ വിദ്യാർത്ഥികൾക്കായി നിങ്ങളുടെ സംഘടന നൽകിയ ആ വലിയ കൈത്താങ്ങിന് സഹായത്തിന് ഞങ്ങൾ ഒരിക്കൽ കൂടി വയനാട് വിഷൻ്റെ പേരിൽ വയനാട്ടുകാരുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു വിഷയമായി മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.